ഹലോ നമസ്കാരം. കുറേ നാളിന് ശേഷമാണ് വീഡിയോ ചെയ്യണത്. ഇതിൽ 2 റിക്വസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്നെ തന്നെയാണ്. ഈ ശബ്ദത്തിൻ്റെ ആളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതിന് തുടക്കത്തിലേ ഞാൻ കാണിച്ചു എന്നെ. രണ്ടാമത്തത് ഞാൻ ചെയ്യുന്നൊരു കേക്കിൻ്റെ അതിനെ കട്ട് ചെയ്തിട്ട് കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ട് ആരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതൊരു ചോക്ലേറ്റ് കേക്ക് കാണിക്കണം തന്നെയായിരിക്കും തോന്നി. അങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ കഴിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്, നമ്മുടെ മിനി ചോക്ലേറ്റ് കേക്ക്, അതാണ് ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ കാലിക്കറ്റാണുള്ളത്. കൊച്ചിയിൽ ഫ്ലാറ്റിലാവുമ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മെഷീൻ്റെ ശബ്ദമോ ഒക്കെ ആയിരിക്കും ഇടയ്ക്ക് ഉണ്ടാവാറുള്ളത്, കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലെയൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളാണ്. അത് നിർത്തി വയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പം നിൽക്കുമെന്നും പറയാൻ പറ്റില്ല. കുറേ കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, കുറേ പട്ടികൾ ശബ്ദം ഉണ്ടാക്കണു. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഈ ശബ്ദം പോയാൽ ഞാൻ മാക്സിമം ശബ്ദം എടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പനിയായിരുന്നു, അതുകൊണ്ട് ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ മേ ബി അടുത്ത ആഴ്ച എങ്ങാനും നോക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. തീരെ വയ്യാണ്ടായി, വളരെയധികം ഡൗൺ ആയിരുന്നു. അതാണ് കുറേ ദിവസമായിട്ട് തിരക്കും വയ്യായികകളൊക്കെ കൂടെ ആയിട്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്. അപ്പം പറഞ്ഞ പോലെ ഞാനിത് ഈ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന കാലിബോ ചോക്ലേറ്റ് കേക്ക് എന്ന് വെച്ചാൽ മിനി കേക്കാണിത്. എൻ്റെ അടുത്ത് ഇങ്ങനെ കേക്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് മിനി കേക്ക് ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാവുന്ന സൈസിലുള്ളതാണെന്നൊക്കെ. പക്ഷേ ഇത് 4-5 പേർക്കൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം 5-8 പേർക്ക് കഴിക്കാം. ഞാൻ കേക്ക്സ് ഉണ്ടാക്കണു, സെയിൽ ചെയ്യണു എന്നല്ലാണ്ട് വീട്ടിൽ ഒരു ഹോൾ കേക്കൊന്നും കട്ട് ചെയ്ത് കഴിക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് എത്ര പീസ് കിട്ടും എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ നാളിന് ശേഷം ഇങ്ങനൊരു ഫുൾ കേക്ക് ചെയ്തപ്പോഴത്തേക്കുമാണ് ഇതിൽ ഇത്രയധികം പീസസ് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത്. അപ്പോൾ മോൾക്ക് നല്ല സന്തോഷമായി. അവൾക്ക് എപ്പോഴും പരാതിയായിരുന്നു, അമ്മ വീട്ടിൽ എനിക്കൊന്നും ഉണ്ടാക്കി തരണില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും തീർന്നിട്ടില്ല, എന്തൊക്കെയോ ഐറ്റംസ് ഇപ്പോഴും ലിസ്റ്റിൽ ബാക്കിയാണ്. എപ്പോഴേലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ചോദിച്ച 2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയല്ലോ. ഇനി വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത ദിവസം വേറെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.